So hi guys, നമ്മുടെ വീഡിയോയുടെ പാർട്ട് 2 നമുക്ക് കടക്കാം മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ. സോ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹോം ടാബാണ്. ഹോം ടാബിൽ കുറച്ച് ഡേറ്റാസ് ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു. ഡേറ്റാസ് കൊടുത്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ടു ഫൈൻഡ് ദി സം ഓഫ് എ ഗിവൺ ഡേറ്റാസ് ആണ് നമ്മൾ നോക്കിയത്. different techniques, different options which is available in Microsoft Excel to find the sum. Okay, that's our basic calculation. So next tab we will look at the insert tab. So insert tab will actually we are going to discuss about how we need to insert picture, clip art, shapes, smart art, then other kind of charts. So picture actually we need to insert a picture. First we need to click on the picture, then just select any pictures from your drives or systems, then just click on the insert tab, then the picture will appear here. Okay, so this is how actually we need to insert a picture. Picture insert ചെയ്തതിനു നമുക്ക് അതിൻ്റെ സൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു വേർഡിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ്. അപ്പോൾ എനിക്കതിൽ വരുന്ന ആർട്ടിസ്റ്റിക് എഫക്ട്സ് കൊടുക്കാം, ചേഞ്ചസ് എന്തെങ്കിലും വെക്കണമെങ്കിൽ ചെയ്യാം, ബോർഡേഴ്സ് കൊടുക്കുന്നതിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിക്ചർ ബോർഡേഴ്സ്, പിക്ചർ എഫക്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇൻസേർട്ട് ടാബിൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ടാബ് ഓപ്പൺ ആവും. അതിലാണ് നമുക്ക് ഈ പറയുന്ന പിക്ചർ അല്ലെങ്കിൽ ക്ലിപ്പ് ആർട്സ്. സോ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാനുള്ളത് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ്. കണ്ടില്ലേ, എനിക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം. എനിക്ക് അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ നീഡ് ടു ടൈപ്പ് സംതിങ് ദെൻ ഐ നീഡ് ടു ക്ലിക്ക് ഓൺ ദി എഡിറ്റ് ടെക്സ്റ്റ് ഓപ്ഷൻസ്. റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് ടെക്സ്റ്റ് ഓപ്ഷൻസ് എടുക്കുക, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഫോർമാറ്റ്സിൽ കൊടുക്കുന്നതിന് കൊടുക്കാം. ടൈപ്പ് ചെയ്ത ലെറ്റർ ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് തിരിച്ച് ഹോം ടാബിൽ പോയിട്ട് എന്ത് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, so these are some of the options that we have. That format ടാബിൽ നമുക്ക് ഇനിയും എന്തെങ്കിലും ഷേപ്പ് എഫക്ട്സ് ഉണ്ടാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പ് എഫക്ട്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പലർക്കും ശരിക്കും ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ അവർ കണ്ടുപോകുന്നുണ്ട് എക്സലിൽ, പക്ഷേ ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യുകയോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. കാരണം ഇതൊന്നും പലരും എക്സലിൽ യൂസ് ചെയ്യാറില്ല, എല്ലാവരും പ്രസൻറ്റേഷനിൽ യൂസ് ചെയ്യാറുള്ളൂ. Okay, so these are some of the features which is in the insert tab, the shapes, and another important thing is smart art. Smart art നമുക്കറിയാം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ആർട്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു പിരമിഡിൽ കണ്ടോ, ഒരു കമ്പനിയിലെ 3 ലെവൽസ് കാണിക്കാൻ വേണ്ടി ടോപ്പ് ലെവൽ, then comes of the middle level people, then comes the ബോട്ടം ലെവൽ പീപ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് ഈസിലി തന്നെ നമ്മളിപ്പോൾ പിരമിഡ് നേരത്തെ ചെയ്തുള്ള പിരമിഡ് ഉണ്ടാക്കി ടൈപ്പ് ചെയ്യുന്നതിന് പകരം വളരെ വേഗം എനിക്ക് അതിൻ്റെ നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് സ്മാർട്ട് ആർട്ട്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ചേഞ്ചസ് വരുത്താനും അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിന് അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിനി ഇവിടെ തന്നെ ഹോം ടാബിൽ വരണമെന്നില്ല, ഫോർമാറ്റ് ടാബിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ഔട്ട്ലൈൻ കളർ മാറുന്നത് ഇപ്പോൾ മിഡിൽ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ്റെ കളറാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. കണ്ടോ, ടെക്സ്റ്റിൻ്റെ എഫക്ട്സ് കണ്ടോ, എനിക്ക് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും.
കണ്ടല്ലേ, ഇങ്ങനെയുള്ള പലതരം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി എനിക്കിവിടെ ചില ഷേപ്പ് മാറ്റണം. എനിക്ക് ഈ നടുക്കത്തെ ഈ ഒരു പീസിന്റെ ഷേപ്പ് മാത്രം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കണ്ടോ, കണ്ടില്ല, എനിക്ക് ടോപ്പിലെ ഷേപ്പ് എനിക്ക് ചേഞ്ച് ചെയ്യാം. കണ്ടോ, bottom I need to change the shape into like this. Kanda, middle if I need to change the shape into this. So ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ആർട്ടിൽ തന്നെ പലതരത്തിലുള്ള സ്മാർട്ട് ആർട്സ് ഉണ്ട്. കണ്ടോ, ലിസ്റ്റ് സ്മാർട്ട് ആർട്ട് ഉണ്ട്, ഇങ്ങനത്തെ ഫോമാറ്റ് അവൈലബിൾ ആണ്, ഈ ഫോമാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മാർട്ട് ആർട്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ എക്സലിൽ ഇതേ സെയിം ഓപ്ഷൻസ് നമുക്ക് വേർഡിൽ അവൈലബിൾ ആണ്. ഇനി സപ്പോസ് വേർഡിൽ അവൈലബിൾ അല്ലെങ്കിലും ഇതിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്തതിന് ശേഷം കോപ്പി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വേർഡ് ഫയലിലോട്ട് അത് പേസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. So there is a lot of options which is available for us. വേണമെങ്കിൽ ഇതേ സെയിമിൻ്റെ അകത്ത് തന്നെ നിങ്ങളൊരു ഡേറ്റ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഡിസൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റാസ് പോകാണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് ചേഞ്ച് ചെയ്യാനും സാധിക്കും. വേണമെങ്കിൽ എനിക്ക് ആഡ് ഷേപ്പ് ഒന്നുകൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡെഫിനായിട്ട് ക്ലിക്ക് ചെയ്യണം, പിന്നെയും ഷേപ്പ് ആഡ് ചെയ്തിട്ട് വരും. എനിക്കത് കുറച്ചുകൂടെ വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം. I need to add any kind of bullet points. I need to move up. കണ്ടോ, ടെക്സ്റ്റിൻ്റെ ഇവിടെ മൂവ് അപ്പ്, മൂവ് ഡൗൺ. ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദി ഇൻസേർട്ട് ടാബ്. നെക്സ്റ്റ് നമുക്ക് കോളംസ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു സ്മോൾ വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരാം. ഐ മീൻ ദി അതർ ഫീച്ചേഴ്സ് ഇൻ ദി ഇൻസേർട്ട് ടാബ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് പേജ് ലേഔട്ടും ആ ഒരു നെക്സ്റ്റ് വരുന്ന പാർട്ട് 2 വീഡിയോയിൽ കാണിച്ചു തരാം. Okay, after that we need to go through the formula tab. Okay, thank you.